സ്വാതന്ത്ര്യം കിട്ടി ഇന്നേ വരെ അതിർത്തിയിൽ ഒരു വേലിക്കല്ല് പോലും സ്ഥാപിക്കാതെ വെസ്റ്റ് ബംഗാളിനെ ബംഗ്ലാദേശുമായി തുറന്നിട്ട ഒരു പ്രദേശമാക്കി മാറ്റിയത് അവിടെ ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പിന്നെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ കാലം കൂടി കഴിഞ്ഞതോടെ അവിടെ BJP അധികാരത്തിലേക്ക് എത്തി. സുവേന്ദു അധികാരിയുടെ ആദ്യ ഉത്തരവൊന്ന് ഈ BSFന് വേലി കെട്ടാനുള്ള സ്ഥലം വിട്ടു നൽകുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി പലയിടത്തും വേലിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കുച്ചു ബിഹാർ മേഖലയിലെ ടിൻബിക ഇടനാഴിക്ക് സമീപമുള്ള ദഹാൻഗ്രാം അങ്കർപോട്ട അതിർത്തിയിൽ വേലി കെട്ടാനായി അതിന്റെ സർവേ നടപടികളുമായിട്ട് സർവേ ഉദ്യോഗസ്ഥന്മാരെത്തി. അപ്പോഴേക്കും മറുഭാഗത്ത് ബോർഡർ ഗാർഡ് ഓഫ് ബംഗാൾ, അതായത് BGB എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും നാട്ടുകാരും തടിച്ചുകൂടുകയും ഈ സർവേ ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിക്കാനും അവരെ തടയാനും മറ്റുമൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കാരണം ദീർഘകാലമായി തുറന്നു കിടന്നൊരു വേലിയാണ്. ഇതുവഴിയാണ് കള്ളക്കടത്തുകാരും പശുക്കടത്തുകാരും നിർബാധം ബംഗാളിലേക്ക് കടന്നു വന്നിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ വേലി കെട്ടുന്നത്. ഈ വേലി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് നമ്മൾ കെട്ടുന്നത്. അതായത് നമ്മുടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 50 അടി ഉള്ളിലേക്ക് മാറ്റി ഇന്ത്യൻ അധികാര പരിധിയിലാണ് ഈ സർവേയും മറ്റുമൊക്കെ നടക്കുന്നത്. വേലി നിർമ്മാണത്തിലുള്ള സർവേയും മറ്റും നടക്കുന്നത്. ഇവിടെയാണ് ആയുധധാരികളായി, അതായത് തോക്കും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് ഈ BGBയും ഒപ്പം തന്നെ നാട്ടുകാരും കടന്നു വരികയായിരുന്നു. ഇതോടുകൂടി സംഘർഷം കനക്കുകയായിരുന്നു. തുടർന്ന് BSFകാർ കൂടുതലായി എത്തുകയും സർവേ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. അവരവരുടെ നടപടികളുമായി മുൻപോട്ട് പോയി. കൂടുതൽ BSF ഉദ്യോഗസ്ഥർ എത്തുകയും അവർ അതിർത്തിയിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ അവർ കണ്ട കാഴ്ച അതിർത്തിയിൽ ഉടനീളം ഈ ബംഗ്ലാദേശ് സൈന്യം സുസജ്ജമായി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടി തന്നെയാണ് കൂടുതൽ BSFകാർ അതിർത്തിയിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഏതായാലും രാത്രിയോടുകൂടി തന്നെ സൈനികരും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഈ അതിർത്തിയിൽ വേലി കെട്ടുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ അതിർത്തികളൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. മമത ഒരിക്കലും അതിർത്തി കെട്ടാനായി സ്ഥലം സൈന്യത്തിന് വിട്ടു നൽകിയിരുന്നുമില്ല. അതിന് പ്രധാന കാരണം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാര്, കള്ളക്കടത്തുകാര്, പശു കടത്തുകാര്, അങ്ങനെ നിർബാധം വന്നു പോകുന്ന ഒരു ഇടമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഇപ്പോൾ അവിടെ കൃത്യമായ ഒരു മുള്ളുവേലി നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് ബംഗ്ലാദേശിനെ കൂടുതലായി ചൊടിപ്പിക്കുന്നത്. മുൻപ് മമതയായിരുന്നു തടഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബംഗ്ലാദേശ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വ്യത്യാസം മാത്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.